മൂവാറ്റുപുഴയാറിലേക്ക് രൂക്ഷമായ രീതിയിൽ മലിനജലം പുറന്തള്ളുന്ന വെള്ളൂർ KPPL കമ്പനി അധികൃതരുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPM തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെയും സമരസമിതിയുടെയും നേതൃത്വത്തിൽ ഫെബ്രുവരി 17-ന് KPPLലേക്ക് ജനപങ്കാളിത്തത്തോടെ മാർച്ചും ധർണയും നടത്തും. കമ്പനിക്ക് മുൻപിൽ നടക്കുന്ന ധർണാ സമരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PK ഹരികുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. രൂക്ഷമായ മലിനീകരണം മൂലം വൈക്കത്ത് 5 പഞ്ചായത്തുകളിലെ ജനങ്ങളെ നേരിട്ടും മൂവാറ്റുപുഴയാറിലെ വിവിധ കുടിവെള്ള പദ്ധതികൾക്കടക്കം ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ആരോഗ്യത്തിന് മലിനജലം ഏറെ ഭീഷണി സൃഷ്ടിക്കുകയാണെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്ലാന്റിന് ആഴം കൂട്ടി മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നത് തടയുകയും ശുദ്ധീകരണ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും ഉന്നയിച്ചാണ് പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ വീണ്ടും തുടർച്ചയായി KPPL ഈ കമ്പനി കേന്ദ്ര സർക്കാർ വിൽപ്പനക്ക് വെച്ചിരുന്ന ഈ കമ്പനി സ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം അതിന്റെ ഉൽപാദനം ആരംഭിച്ചിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഉൽപാദനത്തോടൊപ്പം അവിടെ ഉണ്ടാക്കുന്ന പേപ്പറിന്റെ മാർക്കറ്റ്, അതിന്റെ വികാസം, സാങ്കേതികവിദ്യ, മിഷണറി, അത്തരം കാര്യങ്ങളെല്ലാം ആശ്രയിച്ച് അതിന്റെ പ്രവർത്തനം പുരോഗതിക്കുക. പക്ഷെ കമ്പനിയുടെ ഈ പുരോഗതിക്ക് അനുസരിച്ച്, വളർച്ചയ്ക്കനുസരിച്ച് അതിനോടൊപ്പം നിൽക്കേണ്ട മലിനീകരണ പ്ലാന്റ്, ശുദ്ധീകരണ പ്ലാന്റ് ആവശ്യത്തിന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഉൽപാദനത്തിന്റെ ഭാഗമായി പുറന്തള്ളുന്ന ആദ്യത്തെ ഏതാണ്ട് ദ്രവരൂപത്തിലുള്ള പൾപ്പ് അവിടെ കെട്ടിക്കിടക്കുകയും പ്ലാന്റിൽ കെട്ടിക്കിടക്കുകയും അത് ആഴം കൂട്ടി എത്ര വന്നാലും വേസ്റ്റ് വന്നാലും അവിടെ തന്നെ ഡംപ് ചെയ്യുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കേണ്ടത്. കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ ശുദ്ധീകരണ പ്രവർത്തനം തികഞ്ഞ സാങ്കേതിക മികവോടുകൂടി ഇന്ന് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആഴം കൂട്ടാത്തത് കൊണ്ട് ഈ പ്ലാന്റ് ഒലിച്ച് അതിന് പുറത്തേക്ക് ഈ ദുർഗന്ധം വഹിക്കുന്ന ഈ കറുത്ത ജലം പൾപ്പ് ഒഴുകുകയാണ്. അവിടെ നിന്ന് ഒട്ടും സുരക്ഷിതമല്ലാത്ത മാർഗത്തോടു കൂടിയാണ് വെട്ടിക്കാട്ടുമുക്കിനപ്പുറയുള്ള കോളോത്തപലത്തിനടുത്തുള്ള ഒരു പ്രദേശത്തോടുകൂടി അത് പുറന്നുള്ളത്. ഇതുണ്ടാവുന്നൊരു പ്രശ്നം ഒട്ടും അതിശയോക്തിപരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം ഒട്ടും അതിശയോക്തിയല്ല. ഒന്ന്, ഉദയനാപുരം, തലയോലപ്പറമ്പ്, മറവുംതുരുത്ത്, ചെമ്പ്, വെള്ളൂർ തുടങ്ങിയ പ്രദേശങ്ങൾ മലിനീകരണം അവരിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളും ജനവികാരങ്ങളും കണക്കിലെടുത്താണ് CPM ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. KPPL ഫാക്ടറി, പേപ്പർ ഫാക്ടറി കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ സ്ഥാപനമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പുതിയ സ്ഥാപനമാണെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ SNL ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന മെഷീനറികളും സാങ്കേതിക സംവിധാനങ്ങളുമൊക്കെയാണ് അവിടെ പ്രവർത്തിച്ചു പോരുന്നത്. അതിൻ്റെ ഫലമായി ശരിയായ രൂപത്തിൽ കാലപ്പഴക്കം ചെന്ന ആ സംവിധാനങ്ങൾ, അത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അടക്കം അത്തരത്തിൽ ഉള്ള ഒരു നിലയിൽ തുടരുകയാണ്. ആ ഉള്ളത് തന്നെ പ്രോപ്പറായി ശരിയായ രൂപത്തിൽ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല, പൂർണ്ണമായ തോതിൽ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ശരിയായ രീതിയിൽ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തിപ്പിച്ച് ഈ വെള്ളം ശുദ്ധീകരിച്ച് മറ്റു അഴുക്ക് ചാലുകളിലൂടെ അഴുക്ക് വെള്ളം മൂവാറ്റുപുഴയാറിലേക്ക് ഒഴുകാത്ത രൂപത്തിൽ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൂടെ തന്നെ അത് ശുദ്ധീകരിച്ച് പൂർണ്ണമായും ശുദ്ധീകരിച്ച് ആ മൂവാറ്റുപുഴയാറിലേക്ക് ഒഴുക്കുന്ന നില KPPLൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത്. ആ ആവശ്യത്തിനായി ഈ വിവിധ ഘട്ടങ്ങളിലുള്ള സമരങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആദ്യമായി 17-ാം തീയതി രാവിലെ KPPL കമ്പനി പടിക്കലേക്ക് ഒരു ജനകീയ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ചെയർമാൻ K. സെൽവരാജ്, കൺവീനർ ഡോക്ടർ CM കുസുമൽ, വൈസ് ചെയർമാൻ VT പ്രതാപൻ, ജോയിന്റ് കൺവീനർമാരായ PV ഹരിക്കുട്ടൻ, KK രമേശൻ, KS വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.